ഹലോ, അസ്സലാമു അലൈക്കും. ആജ്റാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മത്തിക്കറി വെക്കുന്ന റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. മുളക് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു വലിയ സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, കറിവേപ്പില, 4 പച്ചമുളക്, 2 മീഡിയം സൈസിലുള്ള 2 തക്കാളി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് ഉലുവ, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പിന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. നിങ്ങൾ എടുക്കണ മീൻ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഒരു 1/2 ടീസ്പൂണ് ഉലുവ മതി കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, 4 പച്ചമുളക്, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സവാളൊക്കെ നന്നായിട്ട് വാടി കിട്ടും. സവാള നല്ലോണം വാടണം, എന്നെങ്കിൽ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടണം, തക്കാളി നന്നായിട്ട് ഉടയണം. നല്ലോണം വാടി തക്കാളി നന്നായിട്ട് ഉടഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇന്നിവിടെ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തത് ഇവിടെ ആരുമില്ല കേട്ടോ. ബാനുമോള് മാത്രമേ ഉള്ളൂ. റിനുമോള് സ്കൂളിൽ പോയി. പിന്നെ നിങ്ങൾ കാണാത്തൊരാളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മോനും കൂടെ ഉണ്ട്. അവനാണ് ചെറുത്. മോന് സ്കൂൾ മദ്രസൊക്കെ പൂട്ടിയപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പം നമ്മൾ പെരുന്നാളിന് അവനെ കൊണ്ടുവരാൻ പോകും. അപ്പം ഇൻഷാ അല്ലാ അവനെ കാണാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് നമ്മളെ മസാല ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് ഇവിടെ വെള്ളം എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ വേണ്ടവർക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര ലൂസ് വെള്ളം കറിക്ക് എത്ര ലൂസ് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുളക് കറി ആകുമ്പോൾ കൂടുതൽ കട്ടിയിലുള്ളത് അത്ര ഇതില്ലല്ലോ, കുറച്ച് ലൂസിലല്ലേ ഇരിക്കുക. അപ്പം ഇതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകം നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മീനൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അതൊക്കെ ഇളക്കിയാൽ മതി കേട്ടോ. മീൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ വല്ലാണ്ടിട്ട് ഇളക്കുമ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ മീനൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നല്ല തിളച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. ഇപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട് നമ്മളെ മീൻ ഇട്ട്. അത് മത്തിയല്ലേ, അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. കാരണം മണ്ണിൻ്റെ ചട്ടിയിലാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്താലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്ത് കണ്ട, ഞാൻ ഇപ്പോൾ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. എന്നാലും കണ്ടിരുന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആ തിളയിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ നമ്മളെ മീൻ കുക്കാവും. അപ്പോൾ നമ്മൾ ഓഫാക്കി. കുറച്ച് എൻ്റെ കയ്യിൽ മല്ലിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാട്ടോ. ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഇല ഇട്ട് കൊടുത്തു. തണ്ടൊക്കെയാണ്, അതൊന്ന് അരിഞ്ഞിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല എന്താ പറയുക, നല്ല വെന്ത കപ്പയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. ഇതിലേക്ക് കുറച്ച് നമ്മൾ പച്ച വെളിച്ചെണ്ണ ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചാൽ നമുക്ക് ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറി റെസിപ്പി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ അടച്ച് വെക്കാം കേട്ടോ.